അപ്പോൾ എൻ്റെ ഒരു വൈകുന്നേരം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ വീട് മൊത്തം ഒന്ന് അടിച്ചു വാരുവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഹാളിൽ തിണ്ണ ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതാ ഇതുപോലെ പായയാണ് വിരിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഈ പായയിൽ നിറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ തൂത്തെടുക്കുന്നത്. പിന്നെ പായ മൊത്തം ഒരാഴ്ചയിലൊരിക്കലും നമ്മളെടുത്ത് പുറത്തിട്ട് വെയിലൊക്കെ കൊള്ളിച്ച് ആ ഭാഗത്ത് മൊത്തം ഒന്ന് അടിച്ച് വൃത്തിയാക്കും. അത് എപ്പോഴും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുണി മടക്കലാട്ടോ നമ്മുടെ അടുത്ത പരിപാടി. അപ്പം അലക്കിയിടുന്നതിനേക്കാൾ ടാസ്ക്കാണ് തുണി മടക്കുന്നതിന്. അപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ തരംതിരിഞ്ഞ് മടക്കി വെക്കുവാണ്. അപ്പോൾ ഇത് ഇന്നത്തെ തുണിയല്ല, ഇന്നലത്തെ തുണിയാണ്. ഇന്നലെ കുറച്ചും കൂടി ഉണങ്ങാനുണ്ടായിരുന്നു തുണിയെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വെയിൽ കൊള്ളിച്ചിട്ടാണ് ഇതെല്ലാം മടക്കി എടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഇന്ന് അലക്കിയിട്ട തുണി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊന്നും തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നലത്തെ തുണി മൊത്തം ഒന്ന് ഉണക്കിയെടുത്തപ്പോഴത്തേക്ക് വെയിൽ പിന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അലക്കിയിട്ടപ്പോഴത്തേക്ക് വെയിൽ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നാളത്തെ വെയിലിൽ ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതകത്ത് കൊണ്ടുപോയി വിരിച്ചിട്ടിട്ട് വേണം എനിക്കിനി അടുത്ത പരിപാടി നോക്കാനായിട്ട്. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത് വന്നത് നമ്മുടെ കാന്താരി കിള്ളാൻ വേണ്ടിയിട്ടാട്ടോ. അത്യാവശ്യമെല്ലാം കുറച്ചധികം വിളഞ്ഞിട്ടും പഴുത്തിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കിള്ളിയിട്ട് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. ചിലപ്പോൾ കടയിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കും. പിന്നെ ചിലർ വന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയും പറിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് പണ്ട് മുല്ലമൊട്ട് കിള്ളാനിറങ്ങിയതായിട്ട് ഓർമ്മ വരണേ. ഒരു പാത്രമായിട്ട് നേരത്തെ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ മുറ്റമൊക്കെ ഒന്ന് തൂത്തിടണമായിരുന്നു. അപ്പം അധികം ചവറൊന്നുമില്ല. പിന്നെ എനിക്കധികം ബെൻഡ് ചെയ്ത് തൂക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഈ നിന്നടിക്കുന്ന ചൂല് വെച്ചിട്ടാണ് തൂക്കുന്നത്. അപ്പം ഞാൻ തൂക്കുന്ന കണ്ടിട്ട് ആമി അവളുടെ സൈക്കിളൊക്കെ മാറ്റി തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ ഫുള്ള് ചവറും തൂത്ത് നമ്മളൊരു സൈഡിലോട്ടാക്കി വെക്കും. എന്നിട്ട് നാളെ രാവിലെ ആണ് ഇതെല്ലാം കൂടി തൂത്തിട്ട് കൊണ്ടുപോയി കുപ്പയിടുന്നിടത്ത് കൊണ്ട് ഇടുന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് തന്നെ കൊണ്ട് ഇടത്തില്ല, മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് അടിച്ച് തൂത്ത് വെക്കും. എന്നിട്ട് രാവിലെ എല്ലാം കൂടി എടുത്തിട്ട് ഒരുമിച്ചിട്ടാണ് കുപ്പയിൽ കൊണ്ട് ഇടുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം. എന്നിട്ടത് കത്തിക്കുകയും ചെയ്യുവേ. അപ്പം ഇന്ന് കത്തിച്ചിട്ടില്ലായിരുന്നു, കാരണം കുപ്പ കുറച്ച് നനഞ്ഞ് കിടക്കുവാണ്. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് തളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാപ്പി വെക്കാനായിട്ട് പോയി. കാരണം അമ്മ തൊഴിലുറപ്പിന് പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്ക് ചൂടോടെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കാപ്പി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ തിള വരുമ്പോൾ തന്നെ പഞ്ചസാര ഇടും കേട്ടോ. അതാകുമ്പോൾ എളുപ്പപ്പണിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തേയില ഇട്ടു. തേയില പിന്നെ ഒന്ന് താഴ്ന്ന വരെ ഞാൻ ഓഫാക്കി വെക്കുക. അങ്ങനെ സിങ്കിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതുമൊക്കെ തേച്ച് കഴുകി വെച്ചപ്പോഴത്തേക്ക് തേയില താന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂടോടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചൂട് പോകത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൂടോടെ അത് കുടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എപ്പോഴും ഈവനിങ് ചെയ്യുന്നത്. തിളപ്പിച്ച് ഫ്ലാസ്കിലാക്കി വെക്കും, എന്നിട്ട് സെർവ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.